ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകാം. ഇവിടെ കോട്ടയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തല്ല, എൻ്റെ അച്ഛൻ്റെ തറവാടിൻ്റെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് ഈയിടെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരു വെള്ളച്ചാട്ടമാണ്. മീനാറ വെള്ളച്ചാട്ടം എന്ന് പറയും. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പോകാം. വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ചാനലിൽ കൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പാലായിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്ററാണ് ഈ മീനാറ വെള്ളച്ചാട്ടത്തിലോട്ടുള്ളത്. പാലാ ടൗണിൽ നിന്ന് ഈരാറ്റുപേട്ട റൂട്ടിൽ എടപ്പാടി എത്തുന്നതിന് മുന്നേ കൊച്ചിടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു പോകും. അതിൽ പോകുമ്പോൾ മീനാറ റോഡെന്ന് പറഞ്ഞ റോഡ് നമ്മൾ കട്ട് ചെയ്ത് തിരിയുമ്പോൾ നേരെ ചെല്ലുന്നത് ഈ വെള്ളച്ചാട്ടത്തിലോട്ടാണ്. അതാണ് ഒരു വഴി. വേറൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാ ടൗണിൽ നിന്ന് മഹാറാണി ജംഗ്ഷൻ്റെ അവിടുന്ന് നമ്മൾ KSRTC വഴി തിരിഞ്ഞ് റോഡിൽ ചെന്നിട്ട് റൗണ്ടാന എടുത്ത് നമ്മൾ കാർമൽ ഹോസ്പിറ്റലുണ്ട്. ആ കാർമൽ ഹോസ്പിറ്റലിൽ പോകുന്ന റോഡ് വഴി കയറ്റം കയറി കവിക്കുന്ന് ചെല്ലും. കവിക്കുന്ന് പള്ളിയുടെ അവിടെ നിന്ന് ഇറക്കം ഇറങ്ങി വരുമ്പോൾ ഈ സെയിം റോഡിലോട്ട് തന്നെ വരും. അവിടെ വരുമ്പം നമ്മൾ മീനാറ റോഡിൽ തന്നെ വരും. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് മീനാറ റോഡ് കയറുമ്പോൾ മീനാറ വെള്ളച്ചാട്ടത്തിലെത്തും. ഈ തോടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കും സൗണ്ടും. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങും, വെള്ളം ഒഴുകുന്നതിൻ്റെ. അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നല്ല ശക്തിയിൽ ഒഴുകി വെള്ളം കുതിച്ചു പോയതിനകം പതഞ്ഞൊഴുകി അതൊരു ഭംഗിയാണ് കാണാൻ. അത് കണ്ടിട്ടാന്ന് തോന്നുന്നു ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നത്. ഇത് ഇൻസ്റ്റഗ്രാമിൽ കൂടെ കണ്ടിട്ട്. നമുക്കിതിവിടെ തറവാടിൻ്റെ അടുത്തൊരു തോടായിരുന്നു. പക്ഷേ തോടായിരുന്നെങ്കിലും നമ്മൾ ഈ തോട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ വെള്ളച്ചാട്ടമുള്ള ഏരിയയിലൊക്കെ ഞാൻ അടുത്ത താമസിക്കുന്ന ആളായിട്ട് കൂടി ആദ്യമായിട്ടാണ് പോകുന്നത്. അത് ഭയങ്കര ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അത് വൈറലായപ്പോഴത്തേക്കും ഇപ്പം ദൂരെ നിന്നും ഒക്കെ ആയിട്ട് കോളേജ് പിള്ളേരും കസിൻസും ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചിലകൾക്കിടയിൽ കൂടെ ഒരു കാട്ടരുവി വരുന്ന പോലെ ഈ തോട് വന്ന് അങ്ങ് പോകുന്ന ഒരു ഭംഗിയുണ്ട്, വെള്ളം ചാടി. അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നത്. എന്തായാലും ഭയങ്കര ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ്. നിങ്ങളെ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു റബ്ബർ തോട്ടത്തിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ആ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടി ഒരു കുഞ്ഞു വഴി നേരെ ഈ തോട്ടിൽ ചെന്ന് ചേരുക. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് അവിടെ ഒരു പുളിക്കടവ് പോലെ അവിടെ ഇറങ്ങി നിൽക്കാം, അത്രേ ഉള്ളൂ. പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒരു വീടുണ്ട് സൈഡിൽ. ആ വീടിൻ്റെ സൈഡിൽ കൂടെ കയറിയാലാണെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ ചെന്ന് കാണാം. അവിടെ ചെന്നാൽ അത്യാവശ്യം നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ വെള്ളത്തിൻ്റെ സ്റ്റാർട്ടിങ് വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്, അവിടം വരെയും ഇറങ്ങി വേണം നിൽക്കാം. പിന്നെ അത്യാവശ്യം നീന്തലൊക്കെ അറിയുന്നവരാണെങ്കിൽ കുറച്ച് അങ്ങോട്ടൊക്കെ മാറി നിന്നൊക്കെ വേണം വീഡിയോ എടുക്കാം. പിന്നെ ഈ കല്ലുകൾക്കിടയിൽ കൂടെയുള്ള വെള്ളച്ചാട്ടം ആയതുകൊണ്ട് വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങാത്തതാണ് നല്ലത്. കാരണം നല്ല വെള്ളച്ചാട്ടം എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ചുഴികൾ പോലെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പതക്കകത്തോട്ടൊക്കെ ഈ വെള്ളം ചാടിയുള്ള അങ്ങോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആളെ വെള്ളം അടിച്ചെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തൊട്ട് താഴെ ചെല്ലുമ്പോഴത്തേക്ക് മീനച്ചിലാറിലോട്ടാണ് ഈ മിനാറത്തോട് ചെന്ന് കയറുന്നത്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാത്തതാണ് നല്ലത്. വരുന്നവർ ഇത് വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ലൊക്കേഷൻ അറിയാത്തവർക്ക് ഗൂഗിൾ മാപ്പിൻ്റെ അകത്ത് മീനാറ വാട്ടർഫാൾസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ അടിച്ചാൽ വരാൻ എളുപ്പമായിരിക്കും, വഴിയൊന്നും തെറ്റിപ്പോകത്തില്ല. മീനാറത്തോടിൻ്റെ ഭംഗി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേ. ഓക്കെ, ബൈ.